ഇന്ത്യൻ സിനിമയിലെ അതികായനായ ഒരു നിർമ്മാതാവായിരുന്നു സാൻഡോ MMA ചിന്നപ്പാത്ത. മല്ലയുദ്ധങ്ങളിൽ മറ്റും അദ്ദേഹം മിടുക്കനായിരുന്നു. അത് സാൻഡോയായിരുന്നു. ഗുസ്തി വീരന്മാരെയാണ് അങ്ങനെ പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകളിൽ മുഖ്യ കഥാപാത്രം മൃഗങ്ങളാണ്. അതിനുവേണ്ടി അദ്ദേഹം സ്വന്തമായിട്ട് ചെന്നൈയിൽ ഒരു മൃഗശാല തന്നെ നടത്തിയിരുന്നു. ഇന്ത്യയിൽ ഇറങ്ങുന്ന മിക്കവാറും സിനിമകളിൽ മൃഗങ്ങൾ, പാമ്പ് സഹിതമുള്ള മൃഗങ്ങളെ വല്ലതും വേണമെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചാൽ മതി, അദ്ദേഹം അത് കൊടുക്കുമായിരുന്നു. ഒരു പ്രധാന വരുമാന മാർഗവും അതായിരുന്നു. അദ്ദേഹം വലിയ ഒരു മുരുകഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് ദണ്ഡായുധപാണി ഫിലിംസ് എന്നായിരുന്നു പേര്. അദ്ദേഹം വർഷത്തിൽ കുറ്റാലം സീസണിൽ ഇവിടെ വരികയും ഇവിടെ വന്ന് മാസക്കണക്കിന് കുളിച്ച് താമസിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ബംഗ്ലാവും കുറ്റാലത്തുണ്ട്. കുറ്റാലത്തെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഫൈവ് ഫാൾസ് ആണ്. ഫൈവ് ഫാൾസിൽ അദ്ദേഹം വന്ന് കുളിച്ച്, അദ്ദേഹവും തൻ്റെ മൃഗങ്ങളുമായിട്ട് വന്ന് കുളിച്ച് ഇവിടെ താമസിക്കുമായിരുന്നു. ശരീരം മുഴുവൻ ചന്ദനം പൂശി നടക്കുന്ന അദ്ദേഹം ഉടുപ്പിടുന്നതിനോട് വലിയ യോജിപ്പ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു MGR ഭക്തൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് മിക്കവാറും സിനിമകളിൽ MGR പ്രധാന കഥാപാത്രമായിരുന്നു. എല്ലാം ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സിനിമയാണ് ഹാത്തി മേരാ സാത്തി. രാജേഷ് ഖന്നയായിരുന്നു അതിലെ നായകൻ. 5 ആനകളും അടങ്ങുന്ന ഒരു സിനിമ. ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ സിനിമ കണ്ടവർക്കൊക്കെ വല്ലാത്ത ഇഷ്ടം തോന്നിയ സിനിമ. അത് പിന്നെ തമിഴിൽ നല്ല നേരം എന്ന പേരിൽ MGRനെ വെച്ചും അദ്ദേഹം നിർമ്മിച്ചു. നമ്മളൊക്കെ നിരന്തരം ക്ഷേത്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന മരുതമലൈ മാമുനിയെ എന്ന് പറയുന്ന ഗാനം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലേതാണ്. അത് പാടാത്ത വേദികളോ അത് കേൾപ്പിക്കാത്ത അമ്പലങ്ങളോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്ഥലങ്ങളിൽ ഇല്ല. അദ്ദേഹത്തിൻ്റെ മുരുകഭക്തിയുടെ ഒരു പ്രകടനമാണ്. ഇങ്ങനെ പലതുകൊണ്ട് പ്രത്യേകതയുള്ള അദ്ദേഹം ഈ ഫൈവ് ഫാൾസിൽ വന്ന് താമസിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ പാറ, അതിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു ക്ഷേത്രം പണി. കുളിച്ച് ശുദ്ധിയായി വരുന്ന ആളുകൾ അവിടെ തൊഴാനുള്ള സൗകര്യം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. അതാണ് കുറ്റാലം ഫൈവ് ഫാൾസിന്റെ മുമ്പിലെ ഐന്തരുവിക്ക് മുന്നിലെ ഈ ക്ഷേത്രം.